ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ്. ഇത് ലാസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ലാസ്റ്റ് മൊഡ്യൂളിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളതിൽ. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ് ബൈ ലേ ഹണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷൻ നോക്കാം. അപ്പോൾ അത് ലേ ഹണ്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലേ ഹണ്ട് നമുക്കറിയാം പോയിറ്റാണ്, ക്രിറ്റിക് വിമർശകനാണ്, ജേർണലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, അതുപോലെ തന്നെ എഡിറ്ററുമാണ്. ലേ ഹണ്ട് വാസ് എ കണ്ടംപററി ഓഫ് ചാൾസ് ലാംബ് ആൻഡ് വില്യം ഹാസ്ലിറ്റ്. അപ്പോൾ ചാൾസ് ലാംബ്, വില്യം ഹാസ്ലിറ്റ് ഈ രണ്ട് റൈറ്റേഴ്സിൻ്റെ അതേ കാലഘട്ടത്തിൽ, അതാണ് കണ്ടംപററി എന്ന് പറയുന്നത്, തന്നെയാണ് ആരും എഴുതിയിരുന്നത്, ലേ ഹണ്ടും എഴുതിയിരുന്നത്. ഹി റോട്ട് പൊളിറ്റിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ എസ്സേസ് ബട്ട് വാസ് എ പൈനിയർ ഓഫ് ഫെമിലിയർ എസ്സേസ്. അപ്പോൾ അദ്ദേഹം പൊളിറ്റിക്കൽ എസ്സേസ് എഴുതാറുണ്ട്, അതുപോലെ ക്രിറ്റിക്കൽ എസ്സേകളും എഴുതാറുണ്ട് ലേ ഹണ്ട്. പക്ഷേ അദ്ദേഹമാണ് ഫെമിലിയർ എസ്സേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേയുടെ ഒരു ബ്രാഞ്ചിന് തുടക്കം കുറിക്കുന്നത്. ആൻഡ് റോട്ട് ഓൺ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, പല പല ടോപ്പിക്കുകളെ കുറിച്ച് അദ്ദേഹം എഴുതി. His essays became popular as they are delightful and are known for their vivacity. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഭയങ്കര പോപ്പുലറായിരുന്നു, കാരണം അത്രയത് ഡിലൈറ്റ്ഫുള്ളാണ്, അതുപോലെ തന്നെ വിവാസിറ്റി എനർജറ്റിക്കുമാണ്, ദെൻ ചിയർഫുൾനെസ് നമുക്ക് സന്തോഷം നൽകുന്ന ഉത്സാഹമുള്ള എസ്സേസ് ആയിരിക്കും, ദെൻ ഹ്യൂമർ ഹാസ്യവും ഉണ്ടാവാറുണ്ട്. ഈ 4 പ്രത്യേകതയുണ്ട് കേട്ടോ: ഡിലൈറ്റ്ഫുൾ, വിവാസിറ്റി, ചിയർഫുൾനെസ് ആൻഡ് ഹ്യൂമർ. ഹി ഓഫൺ അഡോപ്റ്റഡ് ആൻ എപ്പിസ്റ്റോളറി സ്റ്റൈൽ ഇൻ ഹിസ് റൈറ്റിങ്സ്. സോ റൈറ്റിങ്സിൽ ലേ ഹണ്ട് എപ്പോഴും ഫോളോ ചെയ്യാറുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിസ്റ്റോളറി സ്റ്റൈലാണ്, അതായത് ലെറ്റേഴ്സിൻ്റെ രൂപത്തിൽ. തീംസ് ഫ്രം എവറിഡേ ലൈഫ്, എപ്പോഴും എവറിഡേ ലൈഫിൽ നിന്നുള്ള തീമുകൾ ഉണ്ടാവും, പീപ്പിൾ ഉണ്ടാവും, പ്ലേസസ്, നേച്ചർ, ഓൾ ഫീച്ചേർഡ് ഇൻ ഹിസ് വർക്ക് അലൈവ്, എല്ലാം അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഹി ഓൾസോ റോട്ട് സ്റ്റോറീസ് ആൻഡ് ക്യാരക്ടർ സ്കെച്ചസ്, അദ്ദേഹം കഥകൾ അതുപോലെ ക്യാരക്ടർ സ്കെച്ചസ് ഒക്കെ എഴുതാറുണ്ട്. ദ ചോയ്സ് ഓഫ് സബ്ജക്റ്റ് ഫോർ ഹിസ് എസ്സേസ് വാസ് എക്സ്റ്റെൻസീവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ ചോയ്സ് എന്ന് പറയുന്നത് വളരെ വിപുലമാണ്, അതായത് ഒരുവിധ എല്ലാ ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യും. ആൻഡ് ഇറ്റ് കവേർഡ് എ ബ്രോഡ് സ്പെക്ട്രം, ബ്രോഡായിട്ടത് ഉണ്ടാകും. ഹിസ് ലവ് ഫോർ നേച്ചർ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഹിസ് വിവിഡ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അപ്പോൾ പ്രകൃതിയോട് അദ്ദേഹത്തിന് എത്രത്തോളം സ്നേഹമുണ്ട്, ആ നേച്ചറിനോടുള്ള അദ്ദേഹത്തിൻ്റെ ലവ് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും ആ വിവിഡായിട്ടുള്ള ആ ഡിസ്ക്രിപ്ഷനിൽ, അതായത് കളർഫുള്ളായിട്ട് അദ്ദേഹം വിവരിക്കുമ്പോൾ. ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഓരോ ഡീറ്റെയിലും അദ്ദേഹം വളരെ കെയർ ചെയ്തിട്ട് പറയും. ഹണ്ട്സ് എസ്സേസ് വെർ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ദ ട്രാവലർ. ഹണ്ടിൻ്റെ എസ്സേകൾ ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണ്? ദി ട്രാവലറിലാണ്. ഹിസ് പൊളിറ്റിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ എസ്സേസ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി എക്സാമിനർ. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലും ക്രിറ്റിക്കലായിട്ടുള്ള എസ്സേസ് പബ്ലിഷ് ചെയ്യുന്നത് എക്സാമിനറിലാണ്. വേർ ഹി വാസ് ഓൾസോ ആൻ എഡിറ്റർ, അതിൻ്റെ ഒരു എഡിറ്ററും കൂടിയായിരുന്നു അദ്ദേഹം. ഹിസ് ബെസ്റ്റ് വർക്ക്സ് എപ്പിയർഡ് ഇൻ റിഫ്ലക്റ്റർ, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വർക്ക് എപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്? റിഫ്ലക്റ്ററിലാണ്. 1811 to 1812 ആണ് കാലഘട്ടം. ദെൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ എത്ര? 1819 to 1821. കമ്പാനി എന്ന് പറയുന്നത് 1828 ആണ്. ടാറ്റ്ലർ എന്ന് പറഞ്ഞാലോ 1830 to 32. ലേ ഹണ്ട്സ് ലെൻഡർ ജേർണൽ വരുന്നത് 1850 തൊട്ട് 51 വരെ, ഒരു വർഷ കാലഘട്ടമാണ്. പേര് പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന എസ്സേനെ കുറിച്ചാണ്. എന്താണ് എസ്സേയുടെ പേര്? ഗെറ്റിംഗ് അപ്പോൺ കോൾഡ് മോർണിംഗ്സ്. അപ്പോൾ ഇൻ ദിസ് എസ്സേ, ഈ എസ്സേയിൽ ഹണ്ട് ഡീൽസ് വിത്ത് ദ എക്സ്പീരിയൻസ് ഓഫ് വൺസ് റെലക്റ്റൻസ് ടു ഗെറ്റ് അപ്പ് ഏർലി ഓൺ കോൾഡ് മോർണിംഗ്സ്. ശരിക്കും നമ്മളെല്ലാവരും അനുഭവിച്ചൊരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വളരെ തണുപ്പുള്ള പ്രഭാതങ്ങളിൽ എഴുന്നേൽക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? നമുക്ക് മടിയായിരിക്കും. അപ്പോൾ ആ ഒരു അനുഭവമാണ് ഈ ഒരു എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. റെലക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, വിഷമം എന്നുള്ളൊക്കെ ഒരു അർത്ഥം. In a mock serious way, he describes this experience of sudden transition from warmth to coldness as hellish torture. ഒരു മോക്കായിട്ടുള്ള, ഒരു കളിയാക്കിയിട്ടുള്ള രീതിയിൽ, പരിഹസിക്കുന്ന രീതിയിൽ, അതേസമയം സീരിയസ് ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഒരു സഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ, ഒരു മാറ്റം. അതായത് ചൂട്, നമ്മൾ മൂടി പൊതിച്ച്
ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അല്ലേ? ആ ഒരു സുഖത്തിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എഴുന്നേറ്റ് കോൾഡിലേക്ക് വരുമ്പോൾ അതൊരു ഹെല്ലിഷ് ടോർച്ചറായിട്ടാണ് കാണുന്നത്. എന്താ ഹെല്ലിഷ് ടോർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിലുണ്ടാകുന്ന, നമുക്കറിയാം നമ്മൾക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നരകത്തിൽ ഒരുപാട് ടോർച്ചറുകളുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ഹെല്ലിഷ് ടോർച്ചറായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. വൺ ഓൺലി ഗെറ്റ്സ് അപ്പോൺ കമ്പൽഷൻ പറയാണ്, ഒരാൾ എഴുന്നേൽക്കുന്നത് എന്തെങ്കിലും നിർബന്ധമുള്ളത് കൊണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എവിടേക്കെങ്കിലും പോവണം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും കമ്പൽഷൻ കൊണ്ടായിരിക്കും എഴുന്നേൽക്കുക എന്ന് പറയാണ്. ഹി കമ്പയേഴ്സ് ദിസ് ടോർച്ചർ ടു. അപ്പോൾ ഈ ഒരു ടോർച്ചറിനെ, ഈ ഒരു ബുദ്ധിമുട്ടിനെ കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് ആയിട്ടാണ്. അവരെന്താ ചെയ്യുക? ഡ്രാഗിങ് ഔട്ട് ലോസ്റ്റ് സോൾസ് ഫ്രം ഫയർ ആൻഡ് ട്രസ്റ്റിംഗ് ദം ഇൻ ടു ഐസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് എന്ന് പറഞ്ഞ ഒരു തരം ബേർഡ്സ് ആണ്. അപ്പോൾ അതായത് നരകത്തിൽ നമുക്കറിയാം ഒരുപാട് എന്താണ് ഫയറിലാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഫയറിൽ നിന്നും ആ ബോഡിയുടെ പാർട്സൊക്കെ ഇതായി പോയിട്ട് കുറച്ച് ബോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ബോൺസ് ഈ ഒരു ബേർഡ്സ് പിന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി ഈ പീസസ് ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഹാർപ്പി ഫൂട്ടഡ് ഫെയറീസ് ഡ്രാഗിങ് ഔട്ട് സോൾസ്, ആത്മാക്കളെ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ട്രസ്റ്റിംഗ് ദം ഇൻ ടു ഐസ്, ആ ഒരു തീയിൽ നിന്ന് എടുത്ത് അവിടെ കൊണ്ടിടും, ഐസിൽ കൊണ്ടിടും എന്ന് പറയണം. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത് പഠിക്കണം. ദി ഓഥർ എക്യൂസസ് ദ സിന്നിങ് ഓഫ് ആഡം ആൻഡ് ഈവ് ആസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഓഥർ ഇവിടെ പറയുന്നത് ഇങ്ങനെ മനുഷ്യർ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കാൻ കാരണം, അതായത് ചൂട്, തണുപ്പ്, രാവിലെ എണീക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡം അവ്യയും ചെയ്തൊരു പാപമാണ്. നമുക്കറിയാം ആദം അവ്യ എന്താ ചെയ്തത്? അവരൊരു ഫോർബിഡൻ ഫ്രൂട്ട്, അതായത് കിട്ടാകനി കഴിച്ചു, അല്ലെ, വിലക്കപ്പെട്ട കനി കഴിച്ചു. അതാണ് അവർ ചെയ്ത തെറ്റ്. അപ്പോൾ ആ ഒരു തെറ്റ് കൊണ്ടാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് പറയണത്. ബിഫോർ ദ സിന്നിങ്, അവർ ഈ പാപം ചെയ്യുന്നത് മുൻപ്, അതായത് വിലക്കപ്പെട്ട കനി കഴിക്കുന്നതിന് മുമ്പ്, ദർ വർ നോ സ്നോവി വിൻറ്റേഴ്സ്, ഇത്ര മഞ്ഞുള്ള വിൻ്ററുകൾ, ശൈത്യകാലം ഒന്നും ഉണ്ടാവാറില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ഇറ്റാലിയൻ ഓഥറിനെ കുറിച്ച് പറയുന്നുണ്ട്, ജിയോലിയോ ഗൊഡാര, ഒരു ജെസ്യൂട്ടാണ്. ഹാസ് റിട്ടൺ എ പോം അബൌട്ട് ഇൻസെക്ട്സ്. അപ്പോൾ ഈ ജിലിയോ ഒരു ഇൻസെക്റ്റുകളെ കുറിച്ചുള്ളൊരു പോവം എഴുതിയിട്ടുണ്ട്. വിച്ച് ഹി ബിഗിൻസ് ബൈ ഇൻസിസ്റ്റിംഗ് ദാറ്റ് ദോസ് ട്രബിൾസം ആൻഡ് അബോമിനബിൾ ലിറ്റിൽ ആനിമൽസ് വർ ക്രിയേറ്റഡ് ഫോർ അവർ അനോയൻസ്. അപ്പോൾ ആ ബുക്കിൽ പറയുന്നൊരു ആ ഒരു പോവത്തിൽ പറയുന്ന കാര്യം, ഇൻസെക്റ്റുകളെ എങ്ങനെ വിവരിക്കുന്നത്, പ്രാണികളെ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാണികൾ വളരെ ട്രബിൾസം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അബോമിനബിൾ, ശരിയായിട്ടുള്ള ഒരു ലിറ്റിൽ ആനിമൽസ് അല്ല, അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മളെ ശല്യപ്പെടുത്താൻ, മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് പറയണത്. ആൻഡ് ദാറ്റ് ദേ വർ സർട്ടൺലി നോട്ട് ഇൻഹാബിറ്റൻസ് ഓഫ് പാരഡൈസ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രാണികൾ ഒരിക്കലും സ്വർഗത്തിലെ അന്തേവാസികളല്ല. ഓക്കെ, വി ഓഫ് ദ നോർത്ത് മേ ഡിസ്പ്യൂട്ട് ദിസ് പീസ് ഓഫ് തിയോളജി. എന്താൾ പറയാണ്, ഒരു പക്ഷെ നോർത്തിലുള്ള രാജ്യക്കാരല്ല, അല്ലെങ്കിൽ നോർത്തിലുള്ള ആളുകൾ ഈ ഒരു വിശ്വാസത്തെ ചിലപ്പോൾ എതിർക്കാം. ബട്ട് ഓൺ അതർ ഹാൻഡ്, വേറൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ക്ലിയർ, ഒരു കാര്യം ഉറപ്പാണ്, സ്നോ ഓൺ ദ ഹൗസ് ടോപ്പിൽ നമുക്ക് എന്ത് കാണാം? സ്നോ, മഞ്ഞ് കാണാം. ദാറ്റ് ആഡം വാസ് നോട്ട് അണ്ടർ ദ നെസസിറ്റി ഓഫ് ഷേവിങ് ആൻഡ് ദാറ്റ് വെൻ ഈവ് വാക്ക്ഡ് ഔട്ട് ഓഫ് എ ഡെലീഷ്യസ് ബോവർ ഷി ഡിഡ് നോട്ട് സ്റ്റെപ്പ് അപ്പോൺ ഐസ് 3 inches തിക്ക്. അപ്പം മുൻപുണ്ടായിരുന്ന സമയത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ആഡത്തിന് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്? ഷേവിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈവിന് അത്ര സ്നോ അത്രയും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയണത് എന്താ? ഒന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമായിരുന്നു അന്ന്. ആദത്തിന് അവയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവർ ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചപ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ആ പാപത്തിൻ്റെ ഫലമായി ഉണ്ടായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പണ്ടത്തെ ഒരു ബിബ്ലിക്കൽ സ്റ്റോറി ഇവിടെ പറയുന്നത്. ഓക്കെ, സം പീപ്പിൾ സേ ഇറ്റ് ഈസ് വെരി ഈസി തിങ് ടു ഗെറ്റ് അപ്പ് ഓൺ കോൾഡ് മോർണിംഗ്. അത് പറയാണ്, ചില ആളുകൾ പറയും കോൾഡ് മോർണിംഗിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. യു ഹാവ് ഓൺലി ദേ ടെൽ യു ടു ടേക്ക് റെസൊല്യൂഷൻ. അത് തീരുമാനം എടുത്താൽ മതി, നിങ്ങൾക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കാം. ആൻഡ് ദ തിങ് ഈസ് ഡൺ, കാര്യം കഴിഞ്ഞു.
ദിസ് മേ ബി വെരി ട്രൂ. ചിലപ്പോൾ ശരിയായിരിക്കാം. ജസ്റ്റ് ആസ് എ ബോയ് അറ്റ് സ്കൂൾ ഹാസ് ഓൺലി ടു ടേക്ക് എ ഫ്ലോഗിങ്. ഒരു ആൺകുട്ടി വേഗം എനിക്ക് നിൽക്കുന്നത് എന്തായിരിക്കാം? സ്കൂളിൽ പോകാനായിരിക്കാം. അല്ലെങ്കിൽ അവന് എന്ത് കിട്ടും? അടി കിട്ടും. ഫ്ലോഗിങ് എന്ന് പറഞ്ഞാൽ അടി കിട്ടുക കേട്ടോ. ആൻഡ് ദ തിങ് ഈസ് ഓവർ. അതാണ് കാര്യം. ബട്ട് വി ഹാവ് നോട്ട് അറ്റ് ഓൾ മെയ്ഡ് അപ്പ് അവർ മൈൻഡ്സ് അപ്പോൺ ഇറ്റ്. പക്ഷെ നമ്മുടെ മനസ്സുണ്ടായിട്ടല്ല എഴുന്നേൽക്കുന്നത്. ആൻഡ് വി ഫൈൻഡ് ഇറ്റ് എ വെരി പ്ലസൻറ്റ് എക്സസൈസ് ടു ഡിസ്കസ് ദ മാറ്റർ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ രസകരമായൊരു കാര്യം. നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറയാണ്. കാൻഡിഡ്ലി ബിഫോർ വി ഗെറ്റ് അപ്പ്. എഴുന്നേൽക്കുന്നേക്കാൾ മുമ്പ്. ദിസ് അറ്റ് ലീസ്റ്റ് ഈസ് നോട്ട് ഐഡലിംഗ് ദോ ഇറ്റ് മേ ബി ലൈയിങ്. It affords an excellent answer to those who ask how lying in bed can be indulged in by a reasoning behind. അപ്പോൾ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും സത്യമായിരിക്കില്ല. അതെന്തെങ്കിലും നോണ അതിലും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. A rational creature. How? Why with the argument calmly at work in one's head and the clothes over one's shoulder? It is fine way of spending a sensible partial half hour. നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ കുറച്ച് നേരം കൂടി ഒരു ഹാഫ് അവറും കൂടെ എന്തെങ്കിലും തുണിയൊക്കെ മുഖത്തൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ പുതച്ച് കിടക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയണം. ആ സ്പെൻഡ് ചെയ്യുന്ന ഹാഫ് അവർ നമുക്ക് ഫൈനായിട്ടുള്ള ഒന്നാണെന്ന് പറയണം. If these people would be more charitable, they would get upon their argument better, but they are apt to reason so and to assert so dogmatically that one could wish to have them stand around one's bed of a bitter morning and lie before their faces. അപ്പോൾ ഉറങ്ങാൻ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ തണുത്ത ഒരു പിക്ചർ മോർണിംഗിൽ വേഗം എഴുന്നേൽക്കാനൊന്നും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്ന് പറയണം. They ought to hear both sides of the bed and inside out. If they cannot entertain themselves with their own thoughts for half an hour or so, it is not the fault of those who can, if their will is never pulled aside by enticing arms of imagination. So much the luckier for the stage coachman. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലും നമ്മളവിടെ കെടുക്കും അല്ലേ, പല ഇമാജിനേഷൻ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് എൻജോയബിൾ ചെയ്യാൻ പറ്റുന്ന മൊമെൻ്റാണ് ഉറങ്ങി നമ്മൾ പിന്നെയും ബെഡിൽ കിടക്കുന്നത്. പിന്നെ ഈ ഒരു എസ്സേയിൽ പറയുന്നത് നേരത്തെ എഴുന്നേൽക്കാതിരിക്കുക അല്ലെങ്കിൽ എഴുന്നേറ്റിട്ടും കുറച്ച് നേരം ബെഡിൽ കിടക്കുക എന്നുള്ളത് അത്ര കുറ്റകരമായൊരു കാര്യമൊന്നുമല്ല. അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. Candid enquiries into one's decubancy besides the greater or less privileges to be allowed a man in proportion to his ability of keeping early hours the work even with faculties etc. will at least concede their due merits to such a representation as the following. മെറിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. In the first place is injured but calm appealer. I have been warm all night and find my system in a state perfectly suitable to a warm-blooded animal. അപ്പോൾ പറയാണ്, ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ ഭയങ്കര വാമായിരിക്കും. അതൊരു വാം ബ്ലഡഡ് അനിമലിന്, നമ്മൾ വാം ബ്ലഡഡ് ആണ് അല്ലേ, മനുഷ്യനത് സ്യൂട്ടബിൾ ആണെന്ന് പറയണം. ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് ഇൻ ടു കോൾഡ്. ആ വാമായിട്ടുള്ള അത്രയും നല്ല അവസ്ഥയിൽ നിന്നും കോൾഡിലേക്ക് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ബിസൈഡ്സ് ദ ഇൻഹാർമോണിയസ് ആൻഡ് അൺക്രിറ്റിക്കൽ എബ്രൂട്ട്നെസ് ഓഫ് ദ ട്രാൻസിഷൻ, അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രൂപമാറ്റമാണ്. അതിന് പുറമെ ഈ സോ നാച്ചുറൽ ടു സച്ച് എ ക്രീച്ചർ ദാറ്റ് ദ പോയറ്റ്സ് റിഫൈനിങ് അപ്പോൺ ദ ടോർച്ചേഴ്സ് ഓഫ് മാൻ. ഇതൊരു ടോർച്ചർ പോലെ തന്നെയായിരിക്കും എന്തായാലും മനുഷ്യനും തോന്നുക. മേക്ക് വൺ ഓഫ് ദെയർ ഗ്രേറ്റസ്റ്റ് ആഗണീസ്. നമുക്ക് ഭയങ്കര സങ്കടമാവും അല്ലേ, നേരത്തെ എനിക്കിന്ന ഒരു ടൈം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ സങ്കടമാവും. കൺസിസ്റ്റ് ഇൻ ബീങ് സഡൻലി ട്രാൻസ്പോർട്ടർ ഫ്രം ഹീറ്റ് ടു കോൾഡ്. നമുക്ക് എന്താ തോന്നുന്നത്, ചൂടിൽ നിന്നും വളരെ തണുപ്പുള്ള ഒന്നിലേക്ക് കൊണ്ട് ഇടുന്ന പോലെ നമുക്ക് തോന്നും. എന്തുപോലെ? ഫ്രം ഫയർ ടു ഐസ്, തീയിൽ നിന്നും ഐസിലേക്ക് ഇടുന്ന പോലെ. ദേ ആർ ഹെയിൽഡ് ഔട്ട് ഓഫ് ദെയർ ബഡ്സ്. ഉയർത്തെഴുന്നേൽക്കാണ് ബെഡിൽ നിന്ന്. സെയ്സ് മിൽട്ടൺ. അങ്ങനെ മിൽട്ടൺ പറഞ്ഞു എന്ന് പറയാണ്. ഹാർപ്പി ഫൂട്ടഡ് ഫാരീസ്. അപ്പോൾ ദേ ആർ ഹെയിൽഡ് ഔട്ട് ഓഫ് ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറങ്ങുന്നിടത്തു നിന്നും അവരെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു ഐസിലിടുന്ന പോലെയാണെന്ന് പറയുന്നത്. മിൽട്ടൺ പറയുന്നത് ആരെങ്ങനെ കൊണ്ടിടുന്ന പറയുന്നത്? ഹാർപ്പി ഫൂട്ടഡ് ഫാരീസ്. ഹാർപ്പി ഫൂട്ടഡ് ഫാരീസ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു തരം ബേർഡ്സ് ആണ്. ഇപ്പോൾ ഹെല്ലിൽ നമുക്കറിയാം ഒരാളുടെ ബോഡി തീയിലാണെന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ബോഡി പാർട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ബോഡി പാർട്സിനെ ബോഡി പാർട്സ് സോള്, ആത്മാവൊക്കെ ഉണ്ടാവും. അതിനെ ഫയറിൽ നിന്ന് എടുത്തിട്ട് ഐസിൽ കൊണ്ടിടുന്ന ഒരു ആനിമലായിട്ടാണ് അവിടെ ബേർഡായിട്ടാണ് അവിടെ ഹാർപ്പി ഫൂട്ടഡ് ഫാരീസിനെ പറയുന്നത് കേട്ടോ. Fellows who come to call them. On my first moment towards the anticipation of getting out. അപ്പോൾ ആദ്യമായിട്ട് എഴുന്നേൽക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെ, റൈറ്ററിൻ്റെ ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ പറയുന്നത്.
I find that such parts of sheets and bolster and are exposed to the air of the room are stone cold. എന്താണ് തോന്നുന്നത് അവിടെയുള്ള ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ആ റൂമിൽ ഭയങ്കര കോൾഡായിട്ട് ഫീൽ ചെയ്യും, സ്റ്റോൺ കോൾഡായിട്ട് ഫീൽ ചെയ്യും കല്ലുകളിലൊക്കെ. ഓൺ ഓപ്പണിങ് മൈ ഐസ്, ഇപ്പോൾ റൈറ്ററിൻ്റെ അനുഭവമാണ് കേട്ടോ, എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇനി പറയുന്നത്. ഓൺ ഓപ്പണിങ് മൈ ഐസ്, കണ്ണ് തുറക്കുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് മീറ്റ്സ് ദം ഈസ് മൈ ഓൺ ബ്രീത്ത് റോളിങ് ഔട്ട്. എൻ്റെ ശ്വാസം തന്നെയാണ്, റോൾ ചെയ്യുന്ന എൻ്റെ ശ്വാസം തന്നെയാണ് കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് കിട്ടുക. ആസ് ഇഫ് ഇൻ ദ ഓപ്പൺ എയറിൽ ലൈക്ക് സ്മോക്ക് ഔട്ട് ഓഫ് എ കോട്ടേജ് ചിമ്മിനി. അത്രയും തണവുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചിമ്മിണിയിൽ നിന്നും പുക പുറത്തേക്ക് പോകുന്ന പോലെയാണെന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു സിമിലി നോക്കണം. തിങ്ക് ഓഫ് ദി സിംറ്റം, ലക്ഷണം നോക്കാമെന്ന് പറയണം. ദെൻ ഐ ടേൺ മൈ ഐ സൈഡ് വേസ്. അപ്പോൾ അങ്ങനെ പുക പോലെ എൻ്റെ വായിൽ നിന്നും എൻ്റെ ബ്രീത്ത് വരുന്നുണ്ട്. അപ്പോൾ തണവിൻ്റെ ഒരു ഇതാണ് കേട്ടോ പറയണത്. അങ്ങനെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഐ സീ ദ വിൻഡോസ് ഓൾ ഫ്രോസൺ ഓവർ. എല്ലാ ചുമരുകളിലും മഞ്ഞ് കട്ട പിടിച്ചിരിക്കുകയാണ്. തിങ്ക് ഓഫ് ദാറ്റ്, അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറയാണ്. ദെൻ ദ സെർവൻറ്റ് കംസ് ഇൻ. അപ്പോൾ റൈറ്റർ പറയുക, ലേഖൻ്റെ പറയുക, അതിനുശേഷം സെർവൻറ്റ് വരും എന്നെ. ഇറ്റ് ഈസ് വെരി കോൾഡ് ദിസ് മോർണിംഗ് ഈസിൻറ്റ് ഇറ്റ് നോട്ട്. അപ്പോൾ സെർവൻറ്റിനോട് ചോദിക്കും റൈറ്റർ എന്തെന്ന്, ഭയങ്കര തണവാണ് അല്ലേ ഇന്ന് മോർണിംഗിൽ അല്ലേ എന്ന് ചോദിക്കും. വെരി കോൾഡ് സർ, വെരി കോൾഡ് ഇൻഡീഡ് ഈസിൻറ്റ്. അപ്പോൾ എന്തെന്നാ സെർവൻറ്റ് ഉത്തരം പറയും, അതെ സാറേ നല്ല തണവാണ്. വീണ്ടും നമ്മുടെ റൈറ്റർ ചോദിക്കും, വെരി കോൾഡ് ഇൻഡീഡ് ഈസിൻറ്റ് ഇറ്റ്, നല്ല തണുപ്പല്ലേ എന്ന് ചോദിക്കും. വെരി കോൾഡ് സർ. അപ്പോൾ വീണ്ടും പറയും, വളരെ തണുപ്പാറ് സർ. മോർ ദാൻ യൂഷ്വലി സോ. അങ്ങനെ ഈസിൻറ്റ് ഇറ്റ് എവരി ഫോർ ദിസ് വെതർ. ഇതിലും അല്ല, ഈ ഒരു മഞ്ഞുകാലത്ത് ഇത്ര ഉണ്ടാവാറില്ലല്ലോ, ഇപ്രാവശ്യം ഭയങ്കര കൂടുതലല്ലേ എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഹിയർ ദ സെർവൻസ് വിറ്റ് ആൻഡ് ഗുഡ് നേച്ചർ ആർ പുട്ട് ടു എ കൺസിഡറബിൾ ടെസ്റ്റ് ആൻഡ് ദ എൻക്വയറർ ലൈസ് ഓൺ ദ ത്രോൺസ് ഫോർ ദ ആൻസർ. വൈ സർ ഐ തിങ്ക് ഇറ്റ് ഈസ്. അതേ എന്നുള്ള രീതിയിൽ ഉത്തരം പറയാം. ദർ ഇസ് നോ ബെറ്റർ ഓർ മോർ ട്രൂത്ത് ടെല്ലിംഗ് ടെർവൻ. അയാൾ സത്യം അങ്ങനെ പറയാണ്. ഐ മസ്റ്റ് റൈസ് ഹവർ ആൻഡ് ഗെറ്റ് ദ സം വാം വാട്ടർ. അപ്പോൾ എഴുന്നേൽക്കാനുള്ള മടിയാണ്. അപ്പോൾ സമയം വൈകിപ്പിക്കാനായിട്ട് സെർവൻറ്റിനെ കൊണ്ട് റൈറ്റർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പറയാണ്, ഐ മസ്റ്റ് റൈസ്, എനിക്ക് എഴുന്നേൽക്കണം, പക്ഷെ അതിന് മുമ്പ് എനിക്ക് എന്ത് കിട്ടണം, കുറച്ച് ചൂടുവെള്ളം കിട്ടണം. ഹിയർ കംസ് എ ഫൈൻ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ഡിപ്പാർച്ചർ ഓഫ് ദ സെർവൻറ്റ് ആൻഡ് ദ അറൈവൽ ഓഫ് ദ ഹോട്ട് വാട്ടർ. അപ്പോൾ കുറച്ച് ഇടവേള കിട്ടും അല്ലേ, ഒരു ഇൻ്റർവെൽ കിട്ടും. കാരണം സെർവൻറ്റിനെ എന്തെടുക്കാൻ പോകണം, ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കാൻ പോകണം. അപ്പോൾ ആ ഒരു സമയം ആർക്ക് കെടുക്കാം, റൈറ്റർക്ക്, ലേഖാണ്ടിന് കെടുക്കാമെന്ന് പറയാം. ഡ്യൂറിങ് വിച്ച് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല അത്ര പെട്ടെന്ന് എഴുന്നേറ്റിട്ടെന്ന് പറയണം. ദ ഹോട്ട് വാട്ടർ കംസ്. അങ്ങനെ ചൂടുവെള്ളം സെർവൻറ്റ് കൊണ്ടുവന്നു. ഈസ് ഇറ്റ് ക്വൈറ്റ് ഹോട്ട്? യെസ് സർ. അപ്പോൾ സെർവൻറ്റിനോട് വീണ്ടും ചോദിക്കാൻ, ഇത് നല്ല ചൂടല്ലേ സാറേ? അപ്പോൾ അയാൾ എന്ത് പറഞ്ഞാൽ, ചൂടാണ്. പെർഹാപ്സ് ടു ഹോട്ട് ഫോർ ഷേവിങ്. അപ്പോൾ പറയാണ്, ഷേവ് ചെയ്യാൻ ഭയങ്കര ചൂടായിരിക്കും. ഐ മസ്റ്റ് വെയിറ്റ് എ ലിറ്റിൽ. അപ്പോൾ ചൂടൊന്ന് കുറച്ച് കുറയട്ടെ, അപ്പോൾ ഞാൻ കുറച്ച് നേരം കാത്തിരിക്കുക എന്ന് പറയും. അപ്പോഴും സമയം ആർക്ക് കിട്ടും, നമ്മുടെ അക്കെടുക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ്. നോ സർ ഇറ്റ് വിൽ ജസ്റ്റ് ഡു. അപ്പോൾ സെർവൻറ്റ് പറയില്ല സാർ അത്ര ചൂടൊന്നുമില്ല, അത് പറ്റുമെന്ന് പറയുമ്പോൾ എന്താ, ദർ ഇസ് ആൻ ഓവർ നൈസ് പ്രോപ്പർട്ടി ഐറ്റംസ് ഓൺ ഒഫീഷ്യൽ സീൽ ഓഫ് വെർച്യു എ ലിറ്റിൽ ട്രബിൾസം. അത്ര ഇഷ്ടപ്പെടില്ല എന്ന് പറയണം. ദെൻ അടുത്ത എന്താ പറയുന്നത്, ദ ഷർട്ട് യു മസ്റ്റ് എയർ മൈ ക്ലീൻ ഷർട്ട് ലിനൻ ഗെറ്റ്സ് വെരി ഡാം ദിസ് വെതർ. അപ്പോൾ പറയാണ്, എൻ്റെ ഷർട്ട് നീ റെഡിയായി വെക്കണം, ലിനൻ പറ്റില്ല, അത് ഈ വെതറിന് സ്യൂട്ടബിൾ അല്ല എന്ന് പറയണം. അപ്പോൾ സെർവൻ്റ് എന്താ പറയുക, യെസ് സർ ഹിയർ അനദർ ഡെലീഷ്യസ് 5 hours. അപ്പോൾ ഷർട്ട് എടുക്കാൻ പോകുമ്പോൾ അപ്പോഴും എത്ര കിട്ടും, 5 minute കിട്ടും, അപ്പോഴും കെടുക്കാം. ആൻഡ് നോക്ക് അറ്റ് ദ ഡോർ. ആ സമയത്ത് വാതെല്ലാവരും മുട്ടി. ഓ ദ ഷർട്ട് വെരി വെൽ. ഷർട്ടും കൊണ്ട് സെർവൻറ്റ് വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, മൈ സ്റ്റോക്കിങ്സ്, എൻ്റെ സ്റ്റോക്കിങ്സോ? ഐ തിങ്ക് ദ സ്റ്റോക്കിങ്സ് ഹാഡ് ബെറ്റർ ബി എയർ ടു. സ്റ്റോക്കിങ്സും ശരിയാക്കണം എന്ന് വിചാരിക്കുന്നു. വെരി വെൽ സർ എന്ന് പറഞ്ഞ് സെർവൻറ്റ് പോവാണ്. ഹിയർ അനദർ ഇൻ്റർവെൽ, മറ്റൊരു ഇൻ്റർവെല്ലാണ്. അറ്റ് ലെങ്ത് എവറിത്തിങ് ഈസ് റെഡി. ചുരുക്കി പറഞ്ഞ അവസാനം എല്ലാം റെഡിയായി എക്സെപ്റ്റ് മൈസെൽഫും. ആര് മാത്രം എഴുന്നേറ്റില്ല, നമ്മുടെ ലേഖണ്ട് മാത്രം ആ ബെഡിൽ നിന്ന്, അല്ലെങ്കിൽ റൈറ്റർ മാത്രം അവിടെ നിന്ന് എഴുന്നേറ്റില്ല. I now continue our incumbent, a very happy word by the by for a country vicar. I now cannot help thinking a good seal who can upon the unnecessary and villainous custom of shaving. ഇവിടെ ഷേവിങ്ങിന് ആവശ്യമില്ലാത്തതും ഒരു വില്ലൻ രീതിയിലുള്ള ഒരു കസ്റ്റം, ആചാരമായിട്ടാണ് ആര് കാണുന്നത്, റൈറ്റർ. ഇറ്റ് ഈസ് എ തിങ് സോ അൺമാൻലി, പുരുഷനല്ലാത്ത രീതിയിലാക്കുന്ന ഒരു കസ്റ്റമാണ് ഇതെന്ന് പറയാണ്.
Here I nest till coastal. So effeminate, here I recoil from an unlucky step into colder part of the bed. No wonder that the Queen of France took part with the rebels against the degenerate king, her husband, who first affronted her smooth visage with a face like her own. അപ്പോൾ ഇവിടെ പറയാണ് ഒരു ക്വീൻ ഓഫ് ഫ്രാൻസിൻ്റെ ഒരു റെഫറൻസ് ഇവിടെ വരുന്നുണ്ട്. ക്വീൻ ഓഫ് ഫ്രാൻസ് എന്താ ചെയ്തത്? ഭർത്താവ് രാജപദവിയിൽ നിന്നും ഭർത്താവിനെ മാറ്റി, അതുപോലെ തന്നെ രാജാവിന് എതിരായിട്ടുള്ളവരുടെ കൂടെ കൂടി ക്വീൻ ഓഫ് ഫ്രാൻസ്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? അയാൾ ഷേവ് ചെയ്തു എന്നാണ് കാരണം. അപ്പോൾ ആ ഷേവ് ചെയ്തത് ആർക്കും ഇഷ്ടമായില്ല, കിങ് ഷേവ് ചെയ്തത് ആർക്കും ഇഷ്ടമായില്ല, ക്വീന് ഇഷ്ടമായില്ല എന്ന് പറയാണ്. അപ്പോൾ അയാളുടെ മാൻലി ബ്യൂട്ടി പോയി, പുരുഷൻ്റെ ആ ഒരു ഭംഗി പോയി എന്ന് പറഞ്ഞിട്ടാണ് ക്വീൻ ആരെ അവിടെ നിന്ന് കിങ്ങിനെ ആര് മാറ്റിയത്? ക്വീൻ മാറ്റിയത്. അപ്പോൾ ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിയേർഡ് തന്നെയാണ് ഭംഗി എന്ന രീതിയിലാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അതും ഒരു മടിയുടെ ലക്ഷണം അല്ലേ? എംപറർ ജൂലിയൻ നെവർ ഷോ ദ ലക്ഷറസി of his genius to better advantage than reviving flowing beard. എംപറർ ജൂലിയനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ലുക്ക് അറ്റ് ദ കാർഡിനൽ ബെംബോസ് പിക്ചർ. ഇനി കാർഡിനൽ ആയിട്ടുള്ള ബെംബോയുടെ ചിത്രം നോക്കാൻ പറയാം. അറ്റ് മൈക്കൽ ആഞ്ചലോസിൽ, അറ്റ് ടൈറ്റാൻ, അറ്റ് ഷേക്സ്പിയേഴ്സ്, അറ്റ് ഫ്ലച്ചേഴ്സ്, സ്പെൻസേഴ്സ്, ജോസർ, ആൽഫ്രഡ്സ്, പ്ലാറ്റോസ്. ഐ കുഡ് നെയിം എ ഗ്രേറ്റ് മാൻ ഫോർ എവറി തിക്ക് ഓഫ് മൈ വാച്ച്. ലുക്ക് അറ്റ് ദ ടേർക്സ്. ഇവർക്കൊക്കെ എന്തുണ്ട്? താടി ഉണ്ടെന്ന് പറയാം. ടേർക്സിനെ നോക്കൂ. A grave and obtuse people. Think of Harun al-Rashid and bedridden Hassan. Think of Forty Montague, the worthy son of his mother and man above the prejudice of his time. Look at the Persian gentleman Noku, whom one is ashamed of meeting about Serbs, their dress and appearance so much finer than our own. Lastly, think of the razor. In the razor എന്ന് പറഞ്ഞാൽ എന്താ? ഷേവ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ആ ഒരു വെപ്പൺ അല്ലേ, ഷേവ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്, വെപ്പണല്ല എക്യുപ്മെൻറ്റ്. ലാസ്റ്റ്ലി തിങ്ക് ഓഫ് ദ റെസർ എന്നൊക്കെ പറയാണ്. ഹൗ ടോട്ടലി ഒപ്പോസ് ടു എവറി സെൻസേഷൻ ഓഫ് ബെഡ്, ഹൗ കോൾഡ്, ഹൗ എഡ്ജി, ഹൗ ഹാർഡ്. ഇപ്പോൾ ഈ റേസർ ഷേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും വളരെ ഓപ്പോസിറ്റാണ്. നമ്മൾ എത്ര സുഖമായിട്ടാണ് ഈ ബെഡിൽ എഴുന്നേറ്റ് ഷേവ് ചെയ്യുകയാണെങ്കിൽ റേസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൾഡായിരിക്കും, ഭയങ്കര പോയിൻറ്റഡ് എഡ്ജി ആയിരിക്കും, ഭയങ്കര ഹാർഡായിരിക്കും എന്ന് പറയണം. How utterly different from anything like the warm and circling amplitude which sweetly recommend itself unto our gentle senses. ഷേവിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് ലോങ് ചാപ്റ്ററാണ്, അപ്പം മനസ്സിലാക്കാം കേട്ടോ.